ഡിയർ ആനിമെ ഫാൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലീച്ചിലെ ടോപ്പ് 15 പവർഫുൾ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ധാരാളം നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ബ്ലീച്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ ഹിയർ ഐ ആം. What a failure. ആൻഡ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ബിഗ് 3യിൽ നാറൂട്ടോയ്ക്കും വൺ പീസിനും ഒപ്പമുള്ള ഒരു ആനിമയാണിത്. ബട്ട് ആ ആനിമേസിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ബ്ലീച്ച് എന്ന ആനിമെ ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്. അതുമാത്രമല്ല, ജുജുത്സു കൈസൻ, ഡീമൺ സ്ലെയർ, ബ്ലാക്ക് ക്ലോവർ, മൈ ഹീറോ അക്കാഡമിയ, ടോക്യോ റിവഞ്ചേഴ്സ്, ഫയർ ഫോഴ്സ്, ബ്ലൂ എക്സോസിസ്റ്റ്, ഡി ഗ്രേമാൻ, സോൾ ഈറ്റർ, കയോക്കിനോറിനെ, കാരഗുരി സർക്കസ്, നോരാഗാമി, മോബ് സൈക്കോ 100, ചെയിൻ സോമാൻ, അൺഡെഡ് അൺലക്ക്, ഇൻക്ലൂഡിംഗ് ഹെൽ പാരഡൈസ് എന്നിവയെല്ലാം ബ്ലീച്ച് എന്ന ആനിമയിൽ നിന്നും ഇൻസ്പയർഡ് ആക്കി ക്രിയേറ്റ് ആക്കിയതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ ആനിമേസിന്റെ ഒക്കെ ക്രിയേറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മിക്ക ന്യൂജൻ ആനിമേസും ബ്ലീച്ചിന്റെ ഇൻസ്പിറേഷൻ ആണ്. 2009 ആനിമാക്സ് എന്ന ചാനലിൽ എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ ആനിമെ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ആനിമെ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ. ബ്ലീച്ചിന്റെ ഫൈനൽ സീസൺ ഈ വരുന്ന ജൂലൈ സംതിങ് റിലീസ് ആകും. ബ്ലീച്ച് എന്ന ആനിമെ ഇതുവരെ കാണാത്തവർ ഇനി മുതൽ കണ്ടു തുടങ്ങുക. ടോട്ടൽ 419 എപ്പിസോഡ് ഉണ്ട്. ബട്ട് അത് മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വില്ലേജ് ആണ് പകുതിയും. അത് തന്നെയാണ് ബ്ലീച്ചിന്റെ ഏറ്റവും വലിയ ശാപവും. നിങ്ങൾ ആദ്യത്തെ 3-4 ആർക്ക് കണ്ടതിന് ശേഷം ക്യാരക്ടേഴ്സിനെയൊക്കെ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം 1000 Years of Blood War ആർക്ക് കാണുക. ആനിമെ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്കാണിത്. മിസ് ചെയ്യല്ലേ. ബാറ്റിൽ ഓർ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ്. ഇതിനെ ഡിഫീറ്റ് ചെയ്തു പോകാൻ ഇനിയുള്ള ന്യൂജൻ ആനിമേസ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഈ വീഡിയോ മാങ്ക അക്യുറേറ്റഡ് ആയിരിക്കും. ഓൾസോ 1000 Years of Blood War ആർക്കിന്റെ എൻഡ് വരെ കവർ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് സോൾ റീപ്പേഴ്സോ ക്വിൻസീസോ ഈ ലിസ്റ്റിൽ കാണാൻ ചാൻസസ് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. അതേപോലെ ഹോണറബിൾ മെൻഷൻസും വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബട്ട് അതിന് മുൻപ് ഇതേപോലെ ആനിമെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആനിമെ ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളൊരു ബ്ലീച്ച് ആനിമെ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആനിമെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഗീവ് മി എ ലൈക്ക്. എത്ര ബ്ലീച്ച് ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 15ാം സ്ഥാനത്തുള്ളത് ഗ്രിമി തിയോമാക്സ് ആണ്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ പവേഴ്സ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഇൻസൈൻ ആണ്. കാരണം ഒന്നല്ല രണ്ടല്ല, ഒരു മെയിൻ പവറിനെ കേന്ദ്രീകരിച്ച് 4 മേജർ പവേഴ്സ് ഉണ്ട്. ആൻഡ് 4 പവേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണെന്നും പറയാം. ദ വിഷണറി, റിയാലിറ്റി റാപ്പിംഗ്, സെൽഫ് ഹീലിംഗ് ആൻഡ് ഓൾസോ ഡൈമെൻഷണൽ ട്രാവൽ വരെ നടത്താം. അതായത് ഈ ക്യാരക്ടർ എന്ത് മനസ്സിൽ കരുതുന്നോ അത് റിയാലിറ്റിയിൽ പോസിബിൾ ആക്കാൻ സാധിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഗ്രമിയുടെ പവേഴ്സ് കിട്ടിയെന്ന് കരുതുക. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ലേറ്റസ്റ്റ് വേർഷൻ ഉള്ള ഐഫോൺ വേണമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും. ഇനി PS5 വേണമെന്ന് ഓർത്താൽ അതും കിട്ടും. മന്തിയോ ബിരിയാണിയോ കഴിക്കണമെന്ന് മനസ്സിൽ കണ്ടാൽ റിയാലിറ്റിയിൽ അതും കിട്ടും. ഇനി ഇതൊന്നും കൂടാതെ ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതും കിട്ടും. സോ ഈ പവേഴ്സ് ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നാട്ടുകാരൻ തല്ലും കിട്ടും. ആൻഡ് ഈ പവേഴ്സിന്റെ ആകെയുള്ള ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ആൻഡ് ഈ ഓവർ തിങ്കിങ് മൂലം ഗ്രിമിക്ക് തന്റെ ഇമാജിനേഷൻ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ കെൻപാച്ചി സെറാക്കി മാത്രമേ ബ്ലീച്ച് യൂണിവേഴ്സിൽ തോൽപ്പിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ട്രൂ ബ്ലീച്ച് ഫാൻസിന് അറിയാം. ഓക്കെ, അപ്പോൾ 14ാം സ്ഥാനത്തുള്ളത് ഉരിയു ഈഷഡയാണ്. നാറുട്ടോയിലെ സാസ്കേയുടെ റോളാണ് ബ്ലീച്ചിൽ ഉരിയു പ്ലേ ചെയ്യുന്നത്. അതേപോലെ ബ്ലീച്ച് യൂണിവേഴ്സിലെ വൺ ഓഫ് ദ മെയിൻ ക്വിൻസീസിൽ ഒരാൾ കൂടെയാണ് ഉരിയു. ഇൻഫിനിറ്റി ആരോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതും പെർഫെക്റ്റ് ആക്യുറൻസിയിൽ. കൂടാതെ മോസ്റ്റ് പവർഫുൾ ക്വിൻസി എബിലിറ്റിയും ഈ ഒരു ക്യാരക്ടറിനുണ്ട്. അതായത് യുവഹയുടെ എല്ലാ തരത്തിലുള്ള അറ്റാക്സും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നത്. സിഫ്ക്യൂ അഥവാ അത് ആന്റി തീസിസ് എന്നാണ് ഈ പവറിന്റെ പേര്. കൂടാതെ മാസീവ് ഫയർ എനർജി ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഷോട്ട്സും ടാർഗറ്റിൽ എത്തിക്കാൻ സാധിക്കും. ഇതൊന്നും പോരാത്തതിന് യുവഹയുടെ ചൂസൻ സക്സസർ ലിസ്റ്റിൽ പോലും ഇടം നേടിയ ആളാണ് ഉരിയു. ആൻഡ് 13th പ്ലേസിലുള്ളത് ടോഷിരോ ഹിറ്റ്സുഗയാണ്. ഈ ബ്ലീച്ച് ആനിമയിലെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ടോഷിരോയാണ്. കൂടാതെ സോൾ റീപ്പേഴ്സിന്റെ ഹിസ്റ്ററിയിൽ തന്നെ യങ്ങസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നതും ടോഷിരോയാണ്. ബ്ലീച്ച് ഫാൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 100x ഫാസ്റ്റർ ദാൻ നോർമൽ. ടോഷിരോയുടെ സെൻബാക്ട് എന്ന് പറയുന്നത് ഹെറൈൻ മാരു ആണ്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഐസ് ടൈപ്പ് ബ്ലേഡ് ഇൻ ഓൾ ഓഫ് ബ്ലീച്ച്. അതേപോലെ ഹി ക്യാൻ സമൺ ഐസ് ഡ്രാഗൺസ്. ഓൾസോ ഒരു എൻറ്റയർ സിറ്റിനെ തന്നെ ഫ്രീസ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ വാട്ടർ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇതൊന്നും പോരാത്തതിന് ടോഷിരോയുടെ ബാങ്ക് ഐ പവേഴ്സ് വെച്ച് മാസീവ് ഐസ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനും ആൻഡ് അത് ടൈമിനെ പോലും ഒരു സെക്കൻഡിലോട്ട് ഫ്രീസ് ചെയ്യാനും സാധിക്കും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം സ്ട്രോങ്സ്റ്റ് ആണ് ടോഷിരോ എന്ന്. ആൻഡ് 1000 Years of Blood War ആർക്കിൽ നമുക്ക് അഡൽട്ട് ഫോമിലുള്ള ടോഷിരോനെ കാണാം. ആൻഡ് അത് ടോഷിരോയുടെ പവേഴ്സിനെ 10x സ്ട്രോങ്ങർ ആക്കി മാറ്റും. സോ ആ ടൈമിൽ ടോഷിരോ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ടോപ്പ് 10ൽ വരും. ഐസനായിട്ട് ഏർലി സ്റ്റേജിൽ ഒരു മടിയും കൂടാതെ ഫൈറ്റ് ചെയ്യാൻ പോയ കില്ലാടിയാണ് എന്റെ തലവൻ. ആൻഡ് 12th പ്ലേസിലുള്ളത് ഷിൻസുയി ക്യോരാക്കു ആണ്. യമമോറ്റോയ്ക്ക് ശേഷമുള്ള
ടീമുള്ള സോൾ റീപ്പേഴ്സിന്റെ ഗോട്ടൈൻ 13ന്റെ പുതിയ ഹെഡ് ക്യാപ്റ്റൻ കൂടെയാണ് ഇങ്ങനെ. ലാസ്റ്റ് ടൈമിൽ ക്യൂരാക്യുവിന്റെ ബാൻഗൈ ബ്ലീച്ച് ഫാൻസിനാണെങ്കിൽ വലിയ ചർച്ച തന്നെയായിരുന്നു, കാരണം അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു ബാൻഗൈ ഫോം തന്നെയായിരുന്നു അത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സർപ്രൈസ് തന്നെയായിരുന്നു എന്ന് പറയാം. ഇമ്മൻസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഏകദേശം 200+ ഇയേഴ്സ് ഓൾഡ് ആണ് ഇങ്ങനെ. ഓൾസോ ഒരു സ്ട്രോങ്ങസ്റ്റ് ക്യാപ്റ്റൻ കൂടെയായിരുന്നു, അതും ഹെഡ് ക്യാപ്റ്റൻ ആകുന്നതിന് മുൻപ് തന്നെ. ഓൾസോ ഡ്യുവൽ ബ്ലേഡ് സ്റ്റൈലാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. രണ്ട് സോഴ്സിനും ഡിഫറെന്റ് എബിലിറ്റീസ് ആണ് ആൻഡ് ഒരിക്കലും തോറ്റിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം കറ്റൻ ക്യോയോക്കെറ്റ്സു എന്ന ഷിക്കായി ബേസ് ചെയ്ത പവറും കറ്റൻ ക്യോയോക്കെറ്റ്സുന്റെ തന്നെ ബാൻഗൈ ഫോമിലുള്ള കാരാമാരു ഷിനുവ എന്ന പവറും ഉണ്ട്. ആൻഡ് അതാണ് ക്യോരാക്കുവിന്റെ ബാൻഗൈ. ഇതൊന്നും പോരാത്തതിന് ക്വിൻസീസിന്റെ മാത്രം പവറായ വോൾ സ്റ്റാൻഡിംഗ് പവറും ഈ ഒരു ക്യാരക്ടറിനുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ ഇതിന് മേലുള്ള റാങ്കിങ്ങിന് വരേണ്ടതാണ്, ബട്ട് കുറച്ച് കാരണങ്ങൾ കൊണ്ട് താഴെയായി. ആൻഡ് 11th പ്ലേസിലുള്ളത് ഒയേറ്റ്സു നിമായി ആണ്. ഹി ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, കാരണം ഇങ്ങനെയാണ് ബ്ലീച്ച് യൂണിവേഴ്സിലെ എല്ലാ സെംപാക്റ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എല്ലാ ബ്ലേഡ്സിനെ കുറിച്ചുള്ള സീക്രറ്റ്സ് ആൻഡ് നോളജസ് അറിയാം, ലൈക്ക് ആ ബ്ലേഡിന്റെ പവേഴ്സ്, കേപ്പബിലിറ്റി, അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് അടക്കം എല്ലാം. അതുകൊണ്ടെല്ലാം തന്നെ ഗോഡ്സ് ഓഫ് ദ സോർഡ്സ് എന്നാണ് ഒയേറ്റ്സു അറിയപ്പെടുന്നത്. ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് എന്തിനേയും കട്ട് ചെയ്യാന്ന് മാത്രമല്ല അതിന്റെ എക്സിസ്റ്റൻസ് തന്നെ എറൈസ് ചെയ്യാനും പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം സ്ക്വാഡ് സീറ മെമ്പർ ആണ് ഇങ്ങനെ. ഗോഡ്ലി സ്പിരിച്വൽ പവേഴ്സ് ആണ് ഒബ്റ്റെയിൻ ചെയ്തേക്കണേ. സോർഡ്സ് മാസ്റ്ററി ടോപ്പ് ലെവലാണ്. ഗെഡ്ക ഇല്ലാതെ പറക്കാനും സാധിക്കും. ഒരു ബ്ലീച്ച് ഫാൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേട്ട് ഞെട്ടുന്ന ഏറ്റവും വലിയ കാര്യം ഇതായിരിക്കും. പവർ നോക്ക്, ഗെഡ്ക ഇല്ലാതെ പറക്കാൻ പറ്റും. എനിവേ 10th പ്ലേസിലുള്ളത് ലില്ലി ബാരോ ആണ്. എക്സ് ആക്സിസ് ബുള്ളറ്റ് ഷോട്ട് പവേഴ്സ് മാസ്റ്റർ ചെയ്തൊരു വ്യക്തിയാണ്. ഒരു ഷാർപ്പ് ഷൂട്ടർ ആണ് ഇങ്ങനെ. ഷൂട്ട് ചെയ്യുന്നത് ഒന്നും ഡോഡ്ജ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ സാധിക്കില്ല. ഡൈമെൻഷൻസ് അക്രോസ് ചെയ്ത് പോലും തന്റെ ടാർഗറ്റ്സിനെ ഹിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട്. പ്രധാനമായും എൻ്റെ ബ്ലീച്ച് യൂണിവേഴ്സിൽ തന്നെ പ്യുവർ ബ്ലഡ് ക്യൂൻസി എന്നതും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് യുവഹ ഈ ഒരു ക്യാരക്ടറിനെ വല്ലാതെ ട്രസ്റ്റ് ചെയ്യുന്നത്. സോ 9th പ്ലേസിലുള്ളത് ജെറാഡ് വാൾക്കിരിയാണ്. ബ്ലീച്ച് മാങ്ക അറിയഡേഴ്സ് എല്ലാം കണ്ട് ഞെട്ടിയ ഒരു ക്യാരക്ടറാണ്, കാരണം ഇവന്റെ പവേഴ്സ് തന്നെയാണ് റീസൺ. സോൾ കിങ്ങിന്റെ ഹാർട്ട് ഇൻകാർണേഷൻ പവേഴ്സ് ഉണ്ട് ഗൈസ് ഈ ക്യാരക്ടറിന്. അതുകൊണ്ട് തന്നെ എനിമീസ് അറ്റാക്സ് എല്ലാം അബ്സോർബ് ചെയ്ത് അത് റിട്ടേൺ കൊടുക്കാൻ സാധിക്കും. ഓൾസോ ഒരു മൗണ്ടൻ സൈസിന് വലുതായി മാറി ഒരു എൻറ്റർ ആർമിനെ തന്നെ ക്രഷ് ചെയ്ത് കളയാൻ പറ്റും. ഇതിനേക്കാളൊക്കെ മേലെ ഇൻസ്റ്റന്റ്ലി റീജനറേറ്റ് ചെയ്യാനും ഇമ്മോർട്ടാലിറ്റി എന്ന പവറും ഉണ്ട്. സോ ഞാൻ ആദ്യം ഈ ക്യാരക്ടറിനെ 8th പ്ലേസിൽ ഇടാനാണ് ഇരുന്നത്, ബട്ട് മറ്റൊരു ക്യാരക്ടർ ആ 8th പ്ലേസ് കൊണ്ടുപോയി. അതാരാണെന്ന് നോക്കിയാൽ യെസ്, നമ്മുടെ കെൻപാച്ചി സെറാക്കിയാണ്. ബ്ലീച്ച് യൂണിവേഴ്സിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്യാരക്ടർ ആണ്. അണ്ണനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു വീഡിയോ മതിയാവില്ല, അത്രയ്ക്കും കിടിലൻ ക്യാരക്ടറാണ്. എല്ലാ ആനിമയിലും ഇതേപോലെ ഒരു ക്യാരക്ടർ ഉണ്ടാകും. ന്യൂജൻ ആനിമ ഫാൻസിന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ജുജുത്സു കൈസനിലെ ടോജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. വിത്തൗട്ട് ബാൻകായ്, വിത്തൗട്ട് ഷിക്കായ്, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സോ ഒന്നുമില്ലാതെ ഗോട്ടെ 13ൽ ഒരാൾ ഒരു ടീം ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ മുതലാണ്. റോ എനർജി വെച്ച് ഈ മച്ചാൻ കാണിക്കണം ആക്ഷൻ മാസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഗോഡ് ലെവൽ എന്ന് തന്നെ പറയാം. ഭയങ്കര ഹൈപ്പുള്ള ഒരു ക്യാരക്ടറാണ്. ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ മൊമെന്റ് വരാൻ പോകണുണ്ട് എൻ്റെ മോനെ. ആ മൊമെന്റ് മാങ്കയെ കണ്ടപ്പോൾ തീയായിരുന്നു, തീ. വരാൻ പോണ എപ്പിസോഡ് ഇന്റർനെറ്റിനെ ഷേക്ക് ആക്കിയിരിക്കും, അത് 100% ഗ്യാരണ്ടി. ഈ മുതലിന്റെ വായിന്ന് ബാങ്കായി നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് കൊല്ലം 14-15 ഈ ക്യാരക്ടറിന്റെ പവേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് 7th പ്ലേസിലുള്ളത് ജുഗ്രാം ഹാസ്വെൽത്ത് ആണ്. ടോപ്പ് ലെവൽ പവേഴ്സ് ആണുള്ളത്. യുവഹയുടെ റൈറ്റ് ഹാൻഡ് മാൻ ആണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഓൾ സെറ്റിൻ റൈറ്റേഴ്സും, അതും സാധാ ലെവലല്ല, ഗ്രാൻഡ് മാസ്റ്റർ ലെവല്. കൂടാതെ ഫ്യൂച്ചർ സൈറ്റ്, ഗ്രാവിറ്റേഷണൽ മാനിപ്പുലേഷൻ, ക്വിൻസീസിന്റെ അൾട്ടിമേറ്റ് ഫോമായ വോൾ സ്റ്റാൻഡിങ്ങിലൊക്കെ മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. ഈ പവേഴ്സ് ഉപയോഗിച്ച് മാസീവായി പവർ ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും. ബ്ലീച്ച് ഫാൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന്. ഇനി ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ വെച്ചു. ഓൾസോ 6th പ്ലേസിലുള്ളത് ജെൻ രുസായ് യമോമോട്ടോയാണ്. ഒരു മാസ്റ്റർ സ്പോർട്സ്മാൻ ആണ്. ഗോട്ടെ 13ന്റെ എക്സ് ഹെഡ് ക്യാപ്റ്റൻ ആണ്. 1000 കൊല്ലമായിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങേര് തന്നെയായിരുന്നു. ഭയങ്കര OP ആയ ഒരു ക്യാരക്ടർ കൂടെയാണ്. ഒരൊറ്റ എപ്പിസോഡിൽ ഇങ്ങേര് കാണിച്ച മാസ് ഇപ്പോഴും അതൊരു വലിയ ബെഞ്ച് മാർക്കാണ് ആനിമി ഹിസ്റ്ററിയിൽ തന്നെ. ബട്ട് അതിനൊരു പ്രോപ്പർ എൻഡ് കൊടുക്കാതെ ടോട്ടലായും എൻഡ് ചെയ്ത് വിട്ടു എന്ന് പറയാം. ആൻഡ് ഇങ്ങേരുടെ ഷിക്കായി ആൻഡ് ബാങ്കായി മോനെ ഒന്നും പറയാനില്ല, ജസ്റ്റ് എക്സ്പീരിയൻസ് കരോ ബൈ. 5ാം സ്ഥാനത്തുള്ളത് ഈച്ചിബി ഹയോസുബയാണ്. ഇങ്ങേരും ഒരു OP ആയ ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലീച്ച് യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ്കസ്റ്റ് ആയ ഒരു പവറിന്റെ ഓണറാണ്. ട്രൂ നെയിം കൺട്രോൾ എന്നാണ് ആ പവറിന്റെ പേര്. അത് വലിയൊരു സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടാതെ ഫസ്റ്റ് ഷിനിഗാമി പവേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സോർട്സ് ക്രിയേറ്റ് ചെയ്തതും ദ ഫസ്റ്റ് സെങ്കാറ്റോ ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹയോസുബയാണ്. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള പവേഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഹയോസുബയ്ക്കും ഇമ്മോർട്ടാലിറ്റി പവേഴ്സ് ഉണ്ട്. കട്ട് ചെയ്ത് പലതരത്തിലുള്ള പീസസ് ആക്കി ഇട്ടാലും റീജനറേറ്റ് ആയി വരും. ആൻഡ് ടോപ്പ് 4ലെ 4th പ്ലേസ് ഹോൾഡർ ആരാണെന്ന് നോക്കിയാൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് പ്ലാൻ മേക്കർ എവർ, യെസ്, നമ്മുടെ ഐസൻ ആണത്. അയ്യോ ഇങ്ങനെ കുറിച്ച് പറയാൻ ടൺ കണക്കിനുണ്ട്. എവിടുന്ന് പറയണം അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണമെന്ന് മാത്രം അറിയില്ല. ഹോറ ഫാർമിങ്ങിന് വേണ്ടി തന്നെ ഒരു ക്യാരക്ടർ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഐസന്റെ പ്ലാനാണ്. നിങ്ങൾ ഈ വീഡിയോ കാണാനും കാരണം ഐസന്റെ പ്ലാനാണ്. ബ്ലീച്ച് എന്ന ആനിമ ഉണ്ടായത് തന്നെ ഐസന്റെ പ്ലാൻ കാരണമാണ്. സ്പിരിച്വൽ പ്രഷറൊക്കെ വെച്ച് ഒപ്പോണൻസിനെ ക്രഷ് ചെയ്യണമെങ്കിൽ ഏതടാ ലെവല്. ഇഷ്ടംപോലെ പവേഴ്സ് ഉണ്ട്. സ്പീഡില്, സ്ട്രെങ്തില്, ഡ്യൂറബിലിറ്റി
റിയാലിറ്റിയില് റീജനറേഷനില് ഗെറ്റ്കായൊക്കെ വെച്ച് പറക്കണ സീൻ എന്റെ മോനെ. 5 സെൻസസിനെയും കൺട്രോൾ ചെയ്ത് റിയാലിറ്റിയിൽ ഇല്യൂഷൻസ് ഒക്കെ കാണിക്കണം. മാനിപ്പുലേഷൻ കിങ് ആണ് ഐസൻ. എജാതി ഐറ്റണ്ടാ. ബിഗ് ത്രീയിൽ എന്റെ ഫേവറേറ്റ് വില്ലൻ. സോറി ബിഗ് ത്രീയിലല്ല, ആനിമേ വേഴ്സിൽ തന്നെ മാതരയ്ക്കൊപ്പം എനിക്ക് ഇഷ്ടം. ഐ മീൻ മാതരനേക്കാൾ ഒരു പടി മേളിൽ ഇഷ്ടമാണെന്ന് പറയാം. അതാണ് ഐസൻ. സോ ഐസൻ ഫാൻസ്, എന്നെ പോലുള്ള ഐസൻ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. 3-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ബ്ലീച്ചിലെ MC ആണ് ഇച്ചിഗോ കുരസാക്കി. ബിഗ് ത്രീയിലെ തന്നെ മെച്ചുവർഡായ, അതേപോലെ തന്റെ കൂൾനെസ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇച്ചിഗോ. ഈവൻ നാറൂട്ടോയ്ക്കും ലൂഫിക്കും പോലും അത് പറ്റില്ല. അങ്ങനെയാണ് കൂബ ഇച്ചിഗോനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. ഫൈനൽ ഫോം പവേഴ്സ് ഒക്കെ അൾട്ടിമേറ്റ് ആണ്. ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫോമാണത്. ലൈഫിൽ വൺസേ എനിവേ കാണാത്ത ഓഡിയൻസിന് അതൊരു വലിയ സ്പോയിലർ ആണ്. സോ സ്കിപ്പ് ചെയ്തേക്കാം. ക്വിൻസി പവേഴ്സ്, സോൾ റീപ്പർ പവേഴ്സ് ആൻഡ് ഓൾസോ ഹോളോ റീജനറേഷൻ പവേഴ്സ്, ഷിനിഗാമി എബിലിറ്റീസ്, പീക്ക് ഹ്യൂമൻ എബിലിറ്റീസ്. സോ ഓൾ പവേഴ്സ് കമ്പയർഡ് ആയ ഒരു ടോപ്പ് ലെവൽ ക്യാരക്ടർ തന്നെയാണ് ഇച്ചിഗോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ ടോപ്പ് 3യിൽ വന്നത്. ആൻഡ് ബ്ലീച്ച് വാൻ സ്റ്റേ ട്യൂൺ വരുന്നുണ്ട് ശരിക്കുള്ള ബാൻകായ്. ആൻഡ് സെക്കൻഡ് പ്ലേസിലുള്ളത് ഈ ബ്ലീച്ച് യൂണിവേഴ്സിലെ 1000 Years of Blood War ആർക്കിന്റെ മെയിൻ ആന്റഗോണിസ്റ്റ് ആണ്. ബാക്കിയുള്ളതിലൊക്കെ മുത്തൈസൻ തന്നെ. സോ യുവഹയ്ക്ക് ധാരാളം പവേഴ്സ് ഉണ്ട്. ബട്ട് പ്രധാനപ്പെട്ട 3 പവേഴ്സിനെ കുറിച്ച് പറയാം. ദ ഓൾ മൈറ്റി സോൾ കിങ് പവർ ഒബ്സർവേഷൻ, ഓൾസോ ഓസ്വലാൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ഒറ്റടിക്ക് പറഞ്ഞേക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പവേഴ്സിന് തൂത്തുവാരി തിന്നാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ. ആ ലിസ്റ്റില് ഇച്ചിഗോയും ഐസനും ഇല്ല. ആൻഡ് ഇത് ടോപ്പ് 1-ലുള്ളത് ആരാണെന്ന് നോക്കിയാൽ അതിന് മുൻപ് ഹോണറബിൾ മെൻഷൻസ് പറഞ്ഞേക്കാം. ഇവരൊന്നും ടോപ്പ് 1-ലോട്ടുള്ളവരല്ല. ഈ ടോപ്പ് 15 ലിസ്റ്റിൽ ഇടം നേടാൻ അർഹതയുള്ളവരാണ്. സോ ഈ ക്യാരക്ടേഴ്സ് ഏതൊക്കെ പ്ലേസ് വരുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ദ ക്യാരക്ടേഴ്സ് നെയിംസ് ആർ ഈഷൻ കുരസാക്കി, നമ്മുടെ MC ഇച്ചിഗോയുടെ ഫാദർ ആണ്. പിന്നെ നോക്കിയാൽ റിയുഗൻ ഈഷിഡ ആൻഡ് ദ ട്രെൻഡ് സെറ്റർ ഓഫ് ഇൻസ്റ്റാഗ്രാം. ഇങ്ങനെ ഉണ്ടാക്കിയ ഓളൊന്നും മറ്റേ ആനിമേ ക്യാരക്ടർ ഇൻസ്റ്റയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ആൻഡ് നമ്മുടെ ഊരിയുടെ ഫാദർ കൂടെയാണ് ഇങ്ങനെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റെഡ്സു ഉനോഹോനയാണ്. എന്റെ അമ്മേ, ജാതി ക്യാരക്ടർ ബ്ലീച്ചിൽ വേറെ ഇല്ല. ബ്ലീച്ചിൽ എന്നല്ല, ഒരു ആനിമയിലും ഇല്ല. കിളി പറത്തൊരു ക്യാരക്ടറാണ്. പിന്നെ ഉള്ളത് ഷിൻജി ഹിരാക്കോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ആയ കാലത്ത് ഐസന്റെ ഒക്കെ അപ്പനായിരുന്നു ഈ മുത്ത്. പിന്നെ നമ്മുടെ കീസ്കെ ഊരഹാര. അണ്ണനില്ലാതെ പിന്നെ ആര്? അണ്ണനില്ലാതെ എന്ത് ലിസ്റ്റ്? ന്യൂജൻ ആനിമേ ഫാൻസ്, ഈ ക്യാരക്ടർ ആരെന്ന് അറിയത്തില്ലെങ്കിൽ ദക്കെട്ടോ ഗോജോയുടെ ഇൻസ്പിറേഷൻ ക്യാരക്ടറാണ് ഈ മുതല്. കക്കാഷിയും ഉണ്ട്, ബട്ട് ഇതാണ് ഗോജോയുടെ പേഴ്സണാലിറ്റി ഇൻസ്പിറേഷൻ. നമ്മുടെ ഈച്ചിഗോയുടെ സെൻസെ കൂടെയാണ്. ആൻഡ് അടുത്ത ക്യാരക്ടർ ഗ്രീൻ ജോ ആണ്. ഇങ്ങനെയാണ് JJKയിലെ സൂക്കനയുടെ ക്യാരക്ടർ ഇൻസ്പിറേഷൻ. ആക്ച്വലി സൂക്കന എന്ന് പറയുന്നത് ഒരു അർബൻ ലെജൻഡ് ആണ് ജപ്പാനിൽ. ബട്ട് ക്യാരക്ടർ ഇൻസ്പിറേഷൻ ഇത് തന്നെ. ഓൾസോ ഈ ലിസ്റ്റിൽ 3 പേർ കൂടെ ഉണ്ട്. ഫസ്റ്റ് വൺ പെരിന്റെ ആൻഡ് സെക്കൻഡ് വൺ യോരിയോയിച്ചി, തേർഡ് വൺ ബിയാക്കുയാണ്. സോ ഓണറബിൾ മെൻഷൻസ് കഴിഞ്ഞു. ഇനി ടോപ്പ് 1-ലുള്ളത് മാറ്റമല്ല, അത് സോൾ കിങ് ആണ്. പവേഴ്സ് അൺകൗണ്ടബിൾ ആണ്. അത്ര മാത്രമുണ്ട്. ലിറ്ററലി ഒരു ബ്ലീച്ച് ഗോഡ് എന്ന് തന്നെ പറയാം. ആൻഡ് ഇവരെല്ലാമാണ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ആൻഡ് ബ്ലീച്ച് ഫാൻസ്, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ജസ്റ്റ് എൻജോയ് കരോ. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓൾസോ ഇതേപോലുള്ള ആനിമേ വീഡിയോസിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. Bye.